സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രത്തിന്റെ 2024-25 വ്യാഴമാറ്റത്തിന്റെ അവസ്ഥകളെ പറ്റിയാണ്. ചോതി നക്ഷത്രം തുലാൻ രാശിയാണ്. അപ്പോൾ ചോതി നക്ഷത്രത്തിന് ഇപ്പോൾ വ്യാഴൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമം എന്ന് പറയുമ്പോൾ നഷ്ടം കൂടുതൽ സൂചിപ്പിക്കുന്ന ഭാവമാകുന്നു. നഷ്ടം എന്ന് പറയുമ്പോൾ സാമ്പത്തിക നഷ്ടം, മാനസികമായ ചില പ്രയാസങ്ങൾ, കുടുംബാരിഷ്ടത, സുഖക്കുറവ്, രോഗങ്ങൾ എന്നിവയെല്ലാം അഷ്ടമം കൊണ്ട് നമുക്ക് ദുരിതങ്ങളെ ചിന്തിക്കണം. യാത്രയിലുള്ള തടസ്സങ്ങൾ, അതിൽ നിന്നുള്ള നേട്ടങ്ങൾ, ഇങ്ങനെയെല്ലാം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അഷ്ടമത്തിൽ വ്യാഴൻ തുലാക്കൂറുകാർക്ക് നിൽക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ഭയക്കേണ്ടതില്ല. അപ്പോൾ ഈ അഷ്ടമത്തിലെ വ്യാഴൻ കുറച്ച് ചിലവുകളെ കൂട്ടും. ചിലവുകൾ എന്ന് പറയുമ്പോൾ പല രീതിക്കാകാം. ഒന്ന്, മക്കളെ വിദേശത്ത് അയക്കുവാൻ വേണ്ടി രക്ഷകർത്താക്കൾ ചിലരിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും. ചിലപ്പോൾ ചില ഭൂമികൾ ബാങ്കിൽ കൊടുത്ത് ഈട് കൊടുത്ത് ലോൺ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി ചില മംഗല കർമ്മങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ സന്താനങ്ങൾക്ക് വേണ്ടി നടത്തുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാശുണ്ടാകും. കാശുകൾ വേണ്ടി വരും. അത് നമ്മളെ കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ താൽക്കാലികമായി ചിറ്റി പിടിച്ചോ എല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നഷ്ടം. അപ്പോൾ ആ 8-ൽ നിൽക്കുന്നു എന്നും പറഞ്ഞ് എല്ലാ നഷ്ടം വരും എന്നാരും ധരിക്കേണ്ടതില്ല. അതിൽ പ്രായോഗികമല്ല. അഷ്ടമത്തിൽ നിന്നിരുന്നാലും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അവർക്ക് നടക്കും. ചില ബാധ്യതകളുണ്ടെങ്കിലും അത് അടുത്ത രാശിയിൽ വ്യാഴം 9-ലേക്ക് വരുമ്പോൾ അത് തീർക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം അവർക്ക് പൊതുവെ നന്നായിരുന്നു. കെട്ടിടം വയ്ക്കുകയും സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് വളരെ ഉത്തമമായിരുന്നു. അത് ഭംഗിയായി നിറവേറ്റുകയും കുഞ്ഞുങ്ങൾക്ക് പഠന പുഷ്ടികളും അവർക്ക് ചിലർക്ക് തൊഴിൽ ലഭിക്കാനുള്ള യോഗവും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനം നടത്തി സായുജ്യം അടയുക, ഇങ്ങനെയുള്ള പല നല്ല നല്ല കാര്യങ്ങൾ 2023 അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2024 മെയ് മുതൽ വ്യാഴന്റെ അഷ്ടമസ്ഥിതി നമ്മൾ വിചാരിക്കും പോലെ നമുക്ക് കടം കയറുമെന്നൊന്നും പ്രതീക്ഷിക്കില്ല. എന്നാൽ ബിസിനസ്സുകാർ പൈസ കൂടുതൽ മുടക്കണ്ട. ഉള്ള ഇത് വച്ച് ഭംഗിയായി ബിസിനസ് നടത്തിക്കൊള്ളുക. അതുപോലെ കൂടുതൽ പാർട്ട്ണർമാരെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ ധനസംബന്ധിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അഷ്ടമ വ്യാഴം ധനം ചോർന്നു പോകുമെന്ന് പറയും. അതുകൊണ്ട് ഈ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ വേണ്ടാത്തവരെ നമ്മൾ ചേർത്ത് തമ്മിൽ പ്രയാസങ്ങൾ വരുത്താതെ, നഷ്ടം വരുത്താതെ ശ്രദ്ധിക്കുക. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പൊതുവെ തുലാം രാശിക്കാർ കച്ചവടപ്രിയരും അതുപോലെ തന്നെ പ്രശസ്തരായ അഭിനയക്കാരും കലാകാരന്മാരും കവിത എഴുതുന്നവരുമാണ്. പല അഭിനയ സമ്പാദകളും എനിക്കറിയാം. പ്രത്യേകിച്ച് ചോതി നക്ഷത്രം തന്നെ ഒരു സാത്വിക നക്ഷത്രവും ഒപ്പം സ്നേഹ സമ്പന്നമായ ഒരു നക്ഷത്രവുമാകുന്നു. ഇവർക്ക് മറ്റ് ഗ്രഹസ്ഥിതികൾ പരിശോധിക്കുമ്പോൾ 5-ലെ ശനിയും കാര്യങ്ങൾക്കെല്ലാം താൽക്കാലികമായി മുട്ടൽ, ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അത് ക്രമേണ അവർ നടത്തുകയുള്ളൂ. അത് മന്ദഗതിയിൽ കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ ഇവർക്ക് വിദേശത്ത് പോകാൻ ഉള്ളവർ നേരത്തെ പൈസകൾ, സെക്യൂരിറ്റി അങ്ങനെയുള്ളതൊന്നും കൊടുക്കണ്ട. അവിടെ ചെന്ന് അതിൻ്റെ തീരുമാനങ്ങളും കണ്ടറിഞ്ഞ് മാത്രം പൈസ ചെലവാക്കിയാൽ മതി. അതുപോലെ സ്വദേശത്തുള്ളവരും മറ്റ് ജോലിക്ക് വേണ്ടിയൊന്നും മുൻകൂർ പൈസകൾ കൊടുക്കേണ്ടതില്ല. പഠനം നടത്തിക്കൊള്ളുക. പ്രയാസങ്ങൾ വരുമെങ്കിലും
മഹാവിഷ്ണുവിനെ പൂജിച്ചുകൊണ്ടും മഹാലക്ഷ്മിയെ പൂജിച്ചുകൊണ്ടും സരസ്വതിയെ പൂജിച്ചുകൊണ്ടും പഠനം നടത്തുക. നിങ്ങൾക്കൊരു പരാജയവും വരികയില്ല. അതുപോലെ തന്നെ യാത്രകളിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാകും. അതുപോലെ ഗ്രഹത്തിൽ നിന്ന് ചില സാധനങ്ങൾ കളവൊക്കെ പോകാനുള്ള കാലഘട്ടവും ആകുന്നു. അതുകൊണ്ട് ഗ്രഹാന്തരീക്ഷം, പ്രത്യേകിച്ച് ഗ്രഹത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അല്ലാതെ പലരും പറഞ്ഞ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പലരെയും പേടിപ്പിച്ചിട്ടുണ്ട്. അതിന് കാര്യമില്ല. നഷ്ടമെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നത് കൊണ്ടാണ്. ഇവർ സർപ്പദശയിലാണ് ജനിക്കുന്നത്. സർപ്പം 18 കൊല്ലം, അത് ജന്മസിദ്ധങ്ങളിൽ വ്യത്യാസം വരും. അത് കഴിഞ്ഞാൽ വ്യാഴദശ 16 കൊല്ലം, അത് കഴിഞ്ഞാൽ ശനിദശ 19 കൊല്ലം, അത് കഴിഞ്ഞാൽ ബുധൻ 17 കൊല്ലം, അത് കഴിഞ്ഞാൽ കേതുദശ 7 കൊല്ലം, പിന്നെ ശുക്രൻ 20 കൊല്ലം. അങ്ങനെ അവരുടെ ദശാനാഥന്മാർ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പൊതുവെ സ്ത്രീകൾക്കാണെങ്കിൽ ശുദ്ധജാതകമാണെങ്കിൽ 22-23 വയസ്സിൽ വിവാഹം നടക്കുകയും ഒപ്പം തൊഴിലുകൾ ലഭിക്കുകയും ചെയ്യും. പുരുഷനാണെങ്കിൽ 25-നും 27-നും മറ്റിന് നല്ല തൊഴിലും വിവാഹയോഗവും ഫലമാകുന്നു. ശേഷം സന്താനം, ഗ്രഹയോഗം, കുടുംബത്തിനുന്നതി, പിതൃമാതൃ സൗഭാഗ്യം, ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ശനിദശ ഏതാണ്ട് 40-45 വയസ്സ് വരെ കാണും. ആ കാലഘട്ടത്തിൽ ഇവർക്ക് തുടക്കത്തിൽ അല്പാരിഷ്ടതകൾ കൊടുക്കുമെങ്കിലും പിന്നെ ശനി പൊതുവെ ഇവർക്ക് നന്നായി തന്നെ ഇരിക്കും. ഭൂമിയോഗം, ഗ്രഹയോഗം, വാഹനയോഗം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ നടക്കും. അത് കഴിഞ്ഞ് വരുന്ന ബുധദശയിൽ ബിസിനസ്സുപരമായും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ കേതുദശ 7 കൊല്ലം. കേതുദശയിൽ അല്പ ശാരീരിക പീഡകൾ ഉണ്ടാകുമെങ്കിലും സ്ഥാനം മാറി പുതിയ തൊഴിലോ ബിസിനസ്സുകളോ താമസ സ്ഥലങ്ങളോ ഒക്കെ ഇവർക്ക് ജനിക്കും. അത് കഴിഞ്ഞ് വരുന്ന ശുക്രദശയും നന്നായിരിക്കും. പൊതുവെ ഇവർ ഭക്തന്മാരും ഈശ്വര സേവ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും. ഇവർക്ക് പൊതുവെ സർപ്പരാജാവിനെയും മഹാവിഷ്ണുവിനെയും ശിവഭഗവാനെയും ദേവിയെയും പൂജിക്കുന്നത് നന്നായിരിക്കും. ഏത് ദശയിലും ഈ പറഞ്ഞ ദേവന്മാരെ പൂജിച്ച് അവരിൽ നിന്ന് തൃപ്തി വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ഭാഗ്യവാന്മാരായ കലാകാരന്മാരായ ദൈവാനുഗ്രഹമുള്ള ജോതി നക്ഷത്രത്തിന് വളരെ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു എന്ന് ജോസ്യൻ മലയങ്കിരി പുരുഷോത്തമൻ. എല്ലാവർക്കും നന്മ വരട്ടെ.